മോളെ എടുത്ത് കഴിക്ക്. വേണ്ട വേണ്ട, മതി മമ്മി മതി. ദേവി, ആ പയ്യന്റെ കേസ് എന്തായടാ? അതാ കോച്ചവനെ പെടുത്തിയതാന്ന്. എന്നിട്ട് ആ പയ്യൻ പെട്ടോ? പേടാനോ മമ്മി, വെറുതെ ആണോ വിനോദ് വക്കീല് ജൂനിയറായ എന്നെ ഈ കേസ് ഏൽപ്പിച്ചേക്കണത്? മമ്മി, അവനെ അവന്റെ ആ കോച്ചിനെയും അവന്റെ പുന്നാര മോനെ ഞാൻ കോടതിയിലിട്ട് ഉരുക്കും. അങ്ങനെ വേണം ദേവി. ഒരു കഴിവുള്ള ഒരുത്തന്റെ അവസരം വേറൊരുത്തൻ തട്ടിയെടുക്കാൻ പാടില്ല. അതും സ്വന്തം മാഷ് എന്ന് പറയുമ്പോഴേ. പിന്നെ ഹലോ മീ, ഈന്തപ്പഴച്ചാറ് തീർന്നാ? ഇല്ല, മമ്മി എടുത്തോണ്ട് വരാം. എന്താ ഇവിടെ? അല്ല, ചന്ദനം. അതിന് മമ്മിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? മമ്മിയുടെ ഇഷ്ടം നോക്കിയാൽ മതിയോ? അപ്പൊ എന്റെ ഇഷ്ടം നോക്കണ്ടേ? നോക്കണം, നോക്കണമല്ലോ. നോക്കൂ. ആ ആരാണ്? എടാ ഞാനാണ്. കുത്തി കൊണ്ടുണ്ടല്ലോ സ്കൂളിൽ CCP ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ 9B റോൾ നമ്പർ 36. എടാ വിഷ്ണു. എടാ വിക്ക, നീയാ? എത്ര നാളാണ് കണ്ടിട്ട്? കേറി വാടാ. തിവിടെ പോരിക്കും കേട്ടിട്ടേ. പിന്നെ പറടാ, നിന്റെ വിശേഷമൊക്കെ പറ കേക്കട്ടെ. അവിടെ പഴയ പിള്ളേരൊക്കെ ആയിട്ടെല്ലാം കാണാറുണ്ടോ? ഇല്ലടാ, ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ലാത്ത പറഞ്ഞു. പിന്നെ ഞാൻ ചുമ്മാ നീ വഴി പോയപ്പോൾ നിന്നൊന്ന് കാണാന്ന് വെച്ചാ. ഞാൻ പിന്നെ നമ്മുടെ പഴയ പിള്ളേരൊക്കെ ആയിട്ട് കാണാറൊക്കെ ഉണ്ട് കേട്ടോ. ഏത് നമ്മുടെ വല്ലിയും ഭൂതവും വിശ്വനും സഞ്ജയ് അവന്മാരൊക്കെ തന്നെ. എടാ പിന്നെ നമ്മുടെ പൊണ്ണല്ലേ, അവൻ പഴയ പൊണ്ണൊന്നുമല്ല കേട്ടോ. ജിൻഡു. അവനവിടെ ജിമ്മായി സെറ്റായവൻ. പിന്നെ ഞങ്ങളിങ്ങനെ കൂടുമ്പോൾ ഇടയ്ക്ക് നിന്റെ കാര്യമൊക്കെ ഇങ്ങനെ പറയും. നിന്റെ കാര്യം പറഞ്ഞു തുടങ്ങിയാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. എന്തിനാ സാർ നിന്നടാ നമ്മുടെ സ്കൂൾ ടൈം? എന്താ പിള്ളേരെ ഒരു ചിരി ബഹളമൊക്കെ? പിന്നെ വിഷ്ണുജിയാ, എന്താ പരിപാടി? ടീച്ചറെ, ഞാൻ ഇങ്ങനെ നാടകത്തിൻ്റെയും കളരിയുടെയും കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ പോവാം. നമ്മുടെ മറൈൻ ഡ്രൈവിലെ ജൂബിലി മിഷന്റെ ഭാഗമായിട്ട് ഒരു ബൈബിൾ നാടകം നടക്കുന്നുണ്ട്. നമ്മുടെ കവറയിലച്ഛൻ്റെ. അപ്പോൾ അതിലൊരു വേഷം ഇങ്ങനെ ഒത്തു. നിന്റെ നാടകത്തിലെടുത്ത് അല്ലടാ, സോളമൻ രാജാവായിട്ട. സോളമൻ രാജാവായിട്ട. നീ സോളമൻ രാജാവ്? മമ്മി, മമ്മി കേട്ടാ, സോളമൻ രാജാവേ. ദിവ്യ സോളമൻ രാജാവാ? ഇല്ലടാ, കാര്യമായിട്ട് ഒന്ന് പോയിക്കണത്. അല്ല മമ്മി, മമ്മി ഇത് ശ്രദ്ധിച്ചോ? ഇവന്റെ ഭാഷയ്ക്കൊക്കെ ഒരു വൃത്തി വന്നിട്ടില്ലേ? ഞാനും അതാ ഓർത്തെ. ആ സംസാരത്തിലൊക്കെ ഒരു സ്ഫുടത വന്നിട്ടുണ്ട് അല്ലേ? ദിവ്യൊക്കെ അറിയോ, പണ്ട് ഇവനോട് ക്ലാസ്സിൽ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റില്ല, ഉത്തരം പറഞ്ഞു തുടങ്ങിയ പിന്നെ പിള്ളേര് മൊത്തം ചിരി ബഹളമായിരിക്കും. അതെന്താ? ഇതൊക്കെ പേരായിരുന്നറിയോ? ഇവിടെ കോമഡി സ്റ്റാർസിൽ വിക്കി വിക്കി അഭിനയിച്ചിരിക്കുന്ന പുള്ളി ഉണ്ടായില്ലേ, പുള്ളിനെ കൈ വിറ്റായിരുന്നു. നിന്റെ വിക്കൊക്കെ അറിയാ? ഇല്ലടാ, ഞാനിപ്പോ സ്പീച്ച് തെറാപ്പിക്ക് പോണ്ടേ. ഇപ്പൊ 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 എപ്പ ഒരു മാറ്റൂല. നമ്മുടെ സ്കൂൾ ഫോട്ടോ ഇതാ. ദിവ്യ, ലുക്ക് ദേവി, സോ ക്യൂട്ട് യാ. ഇപ്പോഴും പണ്ടേ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ സംവിധാനം ചെയ്തൊരു ബൈബിൾ നാടകം ഉണ്ടായിരുന്നു. അതിലിവൻ ഭടനായിട്ടായിരുന്നു. സ്റ്റേജിൽ നിൽക്കുമ്പോഴേ ഭടൻ ഏതാ കുന്തു ഏതാന്ന് മനസ്സിലാവൂലായിരുന്നു. ആ കോലമായിരുന്നു.
എന്താടാ ചിരി എടുത്തേ? ചിരിച്ചോ ചിരിച്ചോ ചിരിച്ചോ? ഇറക്കി പോകാൻ പറയണം. പറഞ്ഞോടാ. ഡേവി പറയടാ, വേറെന്താ? വേറെ എന്നടാ, നീ വേറെ എങ്ങോട്ടെങ്കിലും ആയിട്ട് ഇറങ്ങിയതായിരിക്കും അല്ലേ? എങ്ങോട്ട്? ഇങ്ങോട്ട് തന്നെ വന്നല്ലേ. പിന്നെ എന്നെ പണ്ട് പഠിപ്പിച്ച എൻ്റെ കൊച്ചുറാണി ടീച്ചറിനെ ഒന്ന് കാണാമെന്നായിരുന്നു ഒരു ശിഷ്യന്റെ കടമ. പോ ദേവി. സോ കൈൻഡ് ഓഫ് യു വിഷ്ണുജയ. ദിവ്യ കേട്ടാ, ഞാൻ പഠിപ്പിച്ച പിള്ളേരൊക്കെ ഇങ്ങനെയാ. ദേ ആർ വെൽ മാനേഡ്. അല്ല, ഇതാരാ? കസിന? ആ, ഇതെൻ്റെ ഫിയാൻസിയാ. ഞങ്ങളുടെ കല്യാണമൊക്കെ ഏകദേശം ഉറപ്പിച്ചിരിക്കുക ഇല്ലേ മമ്മി? അപ്പം അതിൻ്റെ തിരക്കും കാര്യങ്ങളായിരുന്നപ്പോൾ നീ വന്നേ. ഞാൻ ഒരു ദിവസം വരുന്നുണ്ടല്ലോ വിളിക്കാനായിട്ട്. അവിടെ ഇരുന്നെടാ. ഇനി എന്തിനാ വിളിക്കണേ? ഞാൻ വന്നില്ലേ ഇല്ലേ? ഇനി പോടില്ല. ഭൗതിയപ്പോ ഭർത്തഗൃഹം വിസിറ്റ് ചെയ്യാൻ വന്നതായിരിക്കും അല്ലേ? അതിപ്പോ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റിംഗ് ഉള്ളതാ. അതെന്താ ടീച്ചർ അങ്ങനെ പറഞ്ഞേ? ഞാൻ പറയണതല്ല വിഷ്ണുജയ, ഈ നാട്ടുകാരും അയലൊക്കാരൊക്കെ പറയണതേ ഞാനില്ലാത്ത സമയത്ത് മോളിവിടെ വന്നു പോണ്ടെന്നാണ്. എങ്ങനെ ഇരിക്കുന്നു? മമ്മി എന്തിനാണ് നാട്ടുകാർ നാട്ടിലൊക്കെ പറയാൻ കേൾക്കാൻ നിൽക്കണത്? അല്ല ദേവി മോനെ, ഞാൻ പോയി കേൾക്കണതല്ല. നമ്മുടെ വീട്ടിൽ വന്ന് കയറേണ്ട കൊച്ചല്ലേ, അപ്പൊ നമുക്ക് കേട്ടു പോവൂലേ. മമ്മി അതങ്ങനെ അല്ല. അല്ല മോളെ, മോളെ പറഞ്ഞതല്ല. മോളൊന്ന് സൂക്ഷിച്ചാ മതി. നമുക്ക് നാട്ടുകാരെ ബോധിപ്പിക്കണ്ടേ? അങ്ങനെയൊന്നും അല്ല മമ്മി. ഞാൻ ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ വന്നു. ഏതമ്പലം? ഇവിടെ ശിവന്റെ അമ്പലത്തിൽ. അവിടെ ശിവന്റെ അമ്പലം ഒന്നുമില്ല. ആ ബസ് സ്റ്റോപ്പ് ഇറങ്ങി നടക്കുമ്പോ ബസ് ഇറങ്ങി നടക്കാൻ പറ്റിയ അമ്പലം ദേ ഇവിടെ. എടാ ഇനി അമ്പലം. അയിന് അല്ല, നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? കോളേജ് പഠിച്ച? ഞങ്ങളിങ്ങനെ ഒരു ഞങ്ങളൊരു ഡേറ്റിംഗ് അപ്പോഴേ പരിചയം. ആപ്പാ? എന്താ ആപ്പ്? നീ എന്നോട് പറഞ്ഞത് ഇവളൊരു കല്യാണത്തിന് വെച്ച് കണ്ടെന്നല്ലേ? ഓഹോ, അപ്പൊ ഡേവിഡ് ഇതൊന്നും മമ്മിയോട് പറഞ്ഞിട്ടില്ലേ? സർപ്രൈസ്. ഞാൻ മമ്മിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാ. എങ്ങനെയുണ്ട്? ഞെട്ടില്ലേ? ഞെട്ടില്ലേ? സർപ്രൈസാ? സർപ്രൈസ്. ചാച്ചമാരോട് മമ്മിയോട് നോണ പറയാനാണല്ലോ സർപ്രൈസ്. ഓ, അതിപ്പോ എല്ലാ മമ്മീനെ നാട്ടുകാരെ ബോധിപ്പിച്ചിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് കറക്റ്റ് ടീച്ചറെ. മരുമോളല്ലേ ഇവരുള്ള ഇടത്തിലാണ് കേട്ടാ. പേര് വയ്ക്കാൻ വിട്ടുപോയി. യുവർ സീറ്റ് നെയിം പ്ലീസ്. ദിവ്യ. ദിവ്യ. യാ യാ. എടാ, ഇതേപോലത്തെ ഒരു പേരായിരുന്നടാ നിന്റെ പഴയ ചിട്ടിക്കളയുടെ? ഏത്? എന്തായിരുന്നത്? നിത്യ. നിത്യ? അതാരാ? അതേതോ പഴയ കാര്യം പറഞ്ഞത്. പഴയായിരുന്നു തന്നെ പറയണേ. ടീച്ചർക്കറിയാം. ടീച്ചറാണല്ലോ പണ്ടത് പിടിച്ച് നിർത്തിച്ചേ. എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഏത് ഒരു സംഭവമുള്ള കാര്യമൊന്നുമല്ലത്. എന്നാലും ഇത് ആരുടെ ഇവിടെ? ഹെടിയത് നിത്യ 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 നിത്യ. നിനക്ക് എന്താടാ? ചുമ്മാ. അതിപ്പോ ആമ്പിള്ളേരാവുമ്പോ ചെറുപ്പത്തിൽ അല്ലറ ചില്ലറ കുരുത്തക്കേടൊക്കെ കാണും. അതിപ്പോ എല്ലാം മോളോടും പറയണോന്നില്ലല്ലോ. എന്നാൽ ടീച്ചർ അതാണ് സമ്മതിച്ച്. പണ്ട് സ്കൂളിലല്ലോ ആയിരിക്കണം എപ്പൊ പിടിച്ച് പുറത്താക്കിന്ന് വെച്ചാൽ അല്ലേ? എങ്ങനെ സമ്മതിക്കായിരിക്കും വിഷ്ണുജയ? യുദ്ധമായിരുന്നില്ല ഇവിടെ. പിന്നെ ചാച്ചന്മാരെയൊക്കെ ഞാൻ ഒരുവിധം പറഞ്ഞ് സമ്മതിപ്പിച്ചു. പിന്നെ പ്രശ്നം ഇടവക്കാരും നാട്ടുകാരും ആയിരുന്നു. അത് പിന്നെ മോള് നമ്മുടെ കൂട്ടരാകുമ്പോ ആ പ്രശ്നം തീർന്നല്ല. കൂട്ടരാവാനോ? മമ്മി എന്താ പറഞ്ഞ? എനിക്ക് മനസ്സിലായില്ല. അത് മോളെ, ഇടവപ്പള്ളിയിൽ വെച്ച് കെട്ട് നടക്കണമെങ്കിൽ മോള് നമ്മുടെ കൂട്ടരല്ലേ പറ്റുള്ളൂ. അത് പറഞ്ഞതാ. ഇതൊക്കെ ആര് തീരുമാനിച്ചു? മോളുടെ വീട്ടുകാരും അച്ഛനൊക്കെയായിട്ട് പറഞ്ഞ് തീരുമാനിച്ചാണല്ലോ. എന്റെ വീട്ടുകാരോട് സംസാരിച്ചിട്ട് ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. മോളുടെ അച്ഛനായിട്ട് സംസാരിച്ചോണ്ടല്ലേ മോൾ ഇപ്പോൾ കയറി ഇരിക്കണത്. കൂട്ടരാവണ വേണ്ടി തീരുമാനിക്കുന്നത് ഞാനാ, എന്റെ അച്ഛനല്ല. കെട്ട് നടക്കണ്ടേ മോളെ? എന്തായാലും ഇങ്ങനെ നടക്കണ്ട. നമ്മൾ ഈ കാര്യം ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലേ ഡേവിഡ്? എനിക്ക് മാറാൻ താല്പര്യമില്ലാന്ന്. പിന്നെ ഡേവിഡ് എന്തോന്നും മിണ്ടാതിരിക്കുന്നേ? എന്റെ മോനൊരു മണ്ടനായതുകൊണ്ട് ഒന്നും മിണ്ടൂല. മമ്മി മിണ്ടായിരിക്കടാ അവിടെ. ഇവിടെ ഞാൻ പറയണതേ നടക്കൂ. എന്ത് പറഞ്ഞാലും മമ്മി പറഞ്ഞ നടക്കില്ല. എനിക്ക് മാറാൻ താല്പര്യമില്ല. ദേവി, ചാച്ചമാരോടൊക്കെ പറഞ്ഞ് തീരുമാനിച്ചു വെച്ചേക്കാണ്. ഇവിടെ എന്ത് കുഞ്ഞായ്മ ഈ പറയണത്? പറഞ്ഞതായി ആഴ്ചമാരായിട്ടുള്ള ബന്ധമൊന്നും വേണ്ട. ആഹാ, എന്നാലേ എന്റെ അച്ഛനും എന്നോട് പറഞ്ഞതാ കണ്ട് നസ്രാണികളായിട്ടുള്ള ബന്ധം വേണ്ടാന്ന്. മിണ്ടരുത്.
ഓ കേട്ടില്ലേ അത് തന്നെ. എന്റെ വീട്ടിൽ വന്ന് എന്നോട് ഷൗട്ട് ചെയ്യണം. ഇറങ്ങടി പുറത്ത്. മമ്മി ഉണ്ടായിരിക്കടാ അവിടെ. നിന്നെ കൊള്ളിയാൻ്റെ ലവളി വർത്താനൊക്കെ പറയണത്. എന്റെ പൊന്നിടെ ഇവിടെ ഈ 2 വഞ്ചി കാലുകുത്തി നിൽക്കാതെ ഏതിൽ ഒരിടത്ത് ഉറച്ചു നിൽക്കാവോ? എന്റെ പോലെ 2 വഞ്ചിയിൽ 1 വഞ്ചിയുള്ളൂ. നിന്നെ വേണ്ട. മമ്മി മമ്മി എന്ത് പണ്ടാരൊക്കെ പറഞ്ഞേ? ഞാൻ ഒന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട. നീ ആണോന്ന് പറഞ്ഞു വായിൽ പഴം തിരികിയിരുന്നു. എന്റെ മാതാവേ, ഞാൻ ഇടവക്കാരോട് എന്ത് പറയും? ഓ അതെ, ഞാൻ ഇടവ ക്ലാസ്സിനല്ല കിട്ടുന്നത്. ഡേവിഡിനെ കുറച്ചുകൂടി പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിച്ചോട്ടെ മമ്മി. ദിവ്യ ഞാൻ അതെ, ഞങ്ങൾ നസ്രാണികൾ ഇത്ര പ്രോഗ്രസീവ് ആയിട്ടുള്ളൂ. നീ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഏതെങ്കിലും നായരെ പോയി കെട്ട്. അത് ഡേവിഡ് പറയട്ടെ. ദേവി അല്ല, ഞാനാ പറയണേ. മമ്മി പറയുന്നത് കേൾക്കാനേ വേറെ ആള് നോക്കിക്കോ. ഇവൻ എന്റെ മോനാണ്. മമ്മിയുടെ മോനായിരിക്കും, പക്ഷെ ഞാൻ സ്നേഹിച്ച ഡേവിഡിനെയാ. ഡേവിഡ് പറയട്ടെ, എന്നെ കിട്ടാൻ പറ്റില്ല. നീ എന്ത് കണക്കാണോ വരി ഇങ്ങോട്ട് കെട്ടിട്ടേ? ബാക്കിയുള്ള സമാധാനം വേണ്ട. യേശു ക്രിസ്തുവിനെ ആരാണല്ലേ വിളിപ്പിച്ചു വരച്ച്? വടിപ്പുള്ളി എറിഞ്ഞു, പുള്ളി വടി എറിഞ്ഞു. പറടാ. വടിപ്പുള്ളി എറിഞ്ഞു, പുള്ളി വടി എറിഞ്ഞു. പറടാ. ചെവിക്കല്ലടിച്ചെന്ന് അറിയിക്കും. വടി പുള്ളി എറിഞ്ഞു, പുള്ളി വടി എറിഞ്ഞു. ഞാനും സോറി. വടി പുള്ളി എറിഞ്ഞു, പുള്ളി വടി എറിഞ്ഞു. കണ്ടാ, പേടിച്ചാ നീയും വിൽക്കും. ഒന്നുമില്ല മൈ സ്വീറ്റ് ബോയ്. സോറി. ദിവ്യക്ക് ഇവിടെ കിടക്കുന്നത് അത് മനസ്സിലായില്ലേ? പറഞ്ഞ പണ്ട് ഞാനും ഇവനൊക്കെ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ കൊച്ചിരാണ് ടീച്ചറായിരുന്നു ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ടീച്ചർ ക്ലാസ് കയറി വന്നിട്ട് പറയാം, ദേ പിള്ളേരെ, വരാൻ പോണ കലോത്സവത്തിന് നമ്മുടെ ക്ലാസ്സിനെ റെപ്രസെൻ്റ് ചെയ്ത ആരെങ്കിലും ഒരാൾക്ക് ലളിതഗാന മത്സരത്തിന് പങ്കെടുക്കാം. ഗ്രേസ് മാർക്കൊക്കെ കിട്ടുവേ. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ ചാടി എഴുന്നേറ്റ്. എനിക്കാണെങ്കിൽ അന്ന് പാട്ട് പാടാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നേ. അപ്പോൾ പുറകിൽ നോക്കുമ്പോൾ വേറൊരുത്തൻ. ആരാ? ഡേവി. ലളിതഗാനം പോയിട്ട് അസംബ്ലിക്ക് ദേശഭക്തി ഗാനം പാടുന്ന പോലെ ഞാൻ കേട്ടിട്ടില്ല. ഇത് ഗ്രേസ് മാർക്ക് കിട്ടാനുള്ള വെറും ഷോ. ഇവൻ ടീച്ചറുടെ മോനായതുകൊണ്ട് ടീച്ചർ ഇവൻ്റെ പേരിൽ ചേർക്കാൻ നോക്കുള്ളൂ. എനിക്കാണെങ്കിൽ അന്ന് സംസാരിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ പാട്ട് പാടുമ്പോൾ എനിക്ക് ആ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നന്നായിട്ട് പാടുമായിരുന്നു അന്ന്. അപ്പോൾ ടീച്ചർ ചോദിക്കാം, അല്ല വിഷ്ണുജ, തനി വിൽക്കും വെച്ചിട്ടാണോ ലളിതഗാനത്തിന് മത്സരിക്കാൻ പോണേ? ഇത് കേട്ടതും പിള്ളേരൊക്കെ ഒരു ചിരി തുടങ്ങി. ചിരി തുടങ്ങിയതാരാ? ഇവൻ. ഞാൻ എന്നിട്ട് ഇരിക്കാൻ പോയില്ല. എനിക്കെങ്ങനെയെങ്കിലും ഒന്ന് പാടണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇരിക്കാത്തപ്പോൾ ടീച്ചർ പറയാ, അപ്പോൾ വിഷ്ണു അച്ഛനെ ഇരിക്കാൻ ഉദ്ദേശമില്ല, എന്നാലും എഴുതാനൊന്ന് പാടിക്കേ, വിക്കില്ലാണ്ടൊന്ന് പാടിക്കേ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. പിള്ളേരെ കളിയാക്കലും ടീച്ചറുടെ പ്രഷറും കൂടിയായപ്പോൾ എനിക്ക് പാടാൻ പറ്റിയില്ല. ഞാൻ വിക്കിപ്പോയി. അപ്പോൾ ടീച്ചർ എന്നോട് പറയാം, അവിടെ ഇരുന്നു വിശ്വജെ, രാവിലെ തന്നെ വന്നു പിള്ളേരെ ചിരിപ്പിക്കാനായിട്ട്. ഞാൻ ചിരിപ്പിക്കാൻ വന്നതാണ്. എനിക്കെങ്ങനെയെങ്കിലും ഒന്ന് പാടണം എന്നല്ലേ ഉണ്ടായുള്ളൂ. അന്ന് ഉച്ചയ്ക്ക് സ്റ്റാഫ് റൂമിൽ ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ പാടിക്കേൽപ്പിക്കാൻ വേണ്ടി പോയ. അപ്പോൾ പുള്ളിക്കാരി പറയാം,
അയ്യോ മോനെ വിഷ്ണുജയ, ഡേവിഡിന്റെ പേര് കൊടുത്തു പോയല്ലടാ. നീ ഒരു കാര്യം ചെയ്യ്, അടുത്ത കൊല്ലം ഈ വിക്കൊക്കെ മാറ്റിയിട്ട് വാ. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം നിന്നെ പാടിക്കിടാൻ വേണ്ടിയത്. ഇതും പറഞ്ഞ് ടീച്ചർ ശരി. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സ്കൂൾ മാറിപ്പോയി. അതുവരെ ഉണ്ടായിരുന്ന ആ 1.5 വർഷം എല്ലാവരും സംസാരിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ക്ലാസ്സിൽ പോയി. ക്ലാസ് ചെല്ലുമ്പോൾ തന്നെ പിള്ളേർ ഇക്ക ഇക്ക ജബ്രാനെ കീസിങ് എന്നൊക്കെ പറഞ്ഞു. എനിക്കൊരു പാട്ട് പാടുന്നല്ലേ ഉണ്ടായുള്ളൂ. അതിന് സമ്മതിച്ചില്ല. പക്ഷേ ഞാൻ വന്നിട്ട് ദിവ്യക്ക് സംശയം ഉണ്ടല്ലേ ഞാൻ പാടോ ഇല്ലെന്ന്. സംശയം മാറ്റാം. അല്ല, അന്ന് ഞാൻ പാടായിരുന്നു വെച്ചാൽ പാട്ടുണ്ടല്ലോ, അത് ഞാൻ പിന്നെ ഒരിടത്തും പാടിയിട്ടില്ല. ആ പാട്ട് പാടാം. ആ പാട്ട് പാടാം. കരളിൻ്റെ കടവത്ത് കളിവഞ്ചിയേറിപ്പോയി പറയാതെ അറിയാതെ ബാല്യം. പല നാൾ കഴിഞ്ഞാണങ്ങറിയുന്നതക്കാര്യമൊരു കാറ്റുപോൽ മാഞ്ഞു കാലം. കണ്ണീരിൻ പുഴവക്കിൽ കളിവഞ്ചിയും കാത്ത് മിഴിച്ചിമ്മാതേറെ നോക്കി നിന്നു. മഴയെത്ര വന്നു, മുകിലെത്ര തോർന്നു, വെയിലേറ്റ് ചിരി എത്ര മാഞ്ഞു, കരളിൻ്റെ കടലെത്ര നൊന്തു. പറ ദിവ്യ, പറ. കൊള്ളാവോ? കൊള്ളാല്ലേ? ടീച്ചറേ ടീച്ചറേ ഇനി ടീച്ചർ പറയൂ. ടീച്ചർ പറ, എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പാട്ട്? ഒന്നുമില്ല കൊള്ളാം, എനിക്കറിയാം. പോവാനാ? എവിടെ പോവാൻ? അതെപ്പോഴേ പറഞ്ഞാലേ മര്യാദക്ക് എന്നെ പാടിച്ചു. ഇനി നീ പറ, എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പാട്ട്? വീട്ടിൽ പട്ടി സെക്ഷൻ 441 ഇട്ട് തരിഞ്ഞ് നീ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യം. അയ്യോ, നമുക്ക് വെച്ചടാ. ഏത് ഏതാണ് ഈ മീശ? സാറേ, ഒരു മിനിറ്റ്. ആളങ്ങോട്ട് പോയി. ഒരു പാട്ട് കൂടിയിട്ട് ഇപ്പൊ ചതിന് സമയത്തുള്ള തള്ളേ, നിങ്ങളവിടെ പോലീസ് വിളിച്ചാൽ കാണിച്ചേ തിരിച്ചു വരണം. തീർക്കണം എല്ലാത്തിനും പട്ടികളെ. വിട്ടൂലേ? കത്തിയോടെ കത്തിയോടെ. ഡേവിഡ് ലൂയിസ്, തനിക്കെന്തോ പാസ്പോർട്ടൊന്നും വേണ്ടേ? വേണം. ഇത് എത്ര ദിവസം ഞങ്ങൾ ഇതിന്റെ പുറകെ നടക്കുന്നു? ഇതിലൊരൊപ്പിട്ടെ.
വക്കീലാണല്ലേ? ആ എവിടെയാ പ്രാക്ടീസ് ചെയ്യണേ? ഇവിടെ വിനോദ് വക്കീലെടുത്ത്. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ഒരു 326 കേസായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതെ അപ്പുറത്തേക്കണ അച്ഛമ്പലത്തിരുത്താണ്ടെന്നെടുത്തോട്ടെ. എടുത്തോ. എന്തോടെ ഫിനിഷ് ചെയ്ത്? അല്ല സാറേ, ഭാര്യയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാ ഇവിടുത്തെ പ്രോഗ്രാം സാറേ വന്ന കാര്യം പറഞ്ഞ ഓ ആ കേസ് കിട്ടിയാൻ വിട്ടു. വക്കീലേ, ദേ ഈ ആളെ അറിയുന്നു നോക്കി. താനറിയോ? അറിയില്ല? ഇല്ലില്ല. ആരാ സാർ ഇത്? പ്രാന്തനാടോ, പ്രാന്താശുപത്രി ചാടി പോന്നാണ്. അല്ല സാറേ, പ്രാന്താശുദ്ധ അല്ലാട്ടാ, മെന്റൽ സൈലൻസ് സെന്റർ. അങ്ങനെ പറയാൻ പാടുള്ളേ. എന്തായാലും നമ്മളെ ശേഷം വരുന്നില്ല, നമുക്ക് തലവേദന. കഷ്ടം. അപ്പൊ ശരിയെന്നാ. ദൈവമേ, പ്രാന്തനോ? പ്രാന്തനാടോ, പ്രാന്താശുപത്രി ചാടി പോന്നാണ്. എടോ എന്താടാ? എടാ വെറുതെ പറഞ്ഞല്ലേ മോക്ക് നമ്മുടെ കൂട്ടുവരാൻ പറ്റൂലെന്ന്. ഇവിടെ കടന്ന് ഒരുക്കാതെ അവൻ അടിച്ചിറക്കി വിടറ അവിടുന്ന്. കളരിയാ എനിക്ക് അവിടെ കൂട്ടുവരാൻ പറ്റുന്നെങ്കിൽ ഓടി എന്റെ വീട്ടിൽ നിന്ന് അണ്ണാ ഒന്ന് പറയടി. പണ്ട് നീ ക്ലാസിന്റെ മൂല കിടന്ന് മൂങ്ങി നോക്കണോ? പല്ലിയും ചോലയൊക്കെ ഉണ്ടായിരുന്നുണ്ടല്ലോ, നീ ഇവിടെ കിടന്ന് മൂങ്ങിയേനെ കേട്ടോ. വട്ടം വിക്ക എനിക്ക് നിങ്ങളെ വേണ്ട, നിങ്ങളുടെ മോനെ വേണ്ട. പോകല്ലേ? കൂടി കൂട്ടി അടിക്കണ മോനെ. എന്റെ മോനൊന്നും ചെയ്യലടാ. മോനെ ദേവി, എന്റെ വീട്ടിൽ നിന്ന് അടിച്ചു ഓടിക്കണം. ഞാൻ ഏറ്റവും മമ്മി. എടാ വട്ടം വിക്ക അടിക്കൂലെന്ന് എന്ത് മനുഷ്യന്മാരാണോ ചിന്തിച്ച് കാണുന്നില്ല.